ഹായ് ഫ്രണ്ട്സ്, ശാന്തീസ് കുക്കിംഗ് വ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് മസാല ദോശയാണ്. ആദ്യം നമുക്ക് മസാല തയ്യാറാക്കാം. അതിനായി കഴുകി വൃത്തിയാക്കിയ 4 ഉരുളക്കിഴങ്ങ് ആവശ്യത്തിന് വെള്ളവും ഉപ്പും ചേർത്ത് ഒരു കുക്കറിൽ 4 വിസിൽ വരുന്നത് വരെ നമുക്ക് വേവിച്ചെടുക്കാം. ഉരുളക്കിഴങ്ങ് വെന്ത് വന്നിട്ടുണ്ട്. അത് തണുക്കുന്ന സമയത്ത് നമുക്ക് ഒരു പാൻ അടുപ്പത്ത് വെച്ച് 1 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുക്കാം. അതിലേക്ക് 1 ടീസ്പൂൺ ഉഴുന്നുപരിപ്പും അതൊന്ന് മൂത്ത ശേഷം നമുക്ക് 1 ടീസ്പൂൺ കടുക് ചേർക്കാം. കടുക് പൊട്ടിയ ശേഷം നമുക്ക് 3-4 വറ്റൽമുളക് പൊട്ടിച്ചതും കറിവേപ്പിലയും ചേർത്ത് മൂപ്പിക്കാം. അതിലേക്ക് 3 സവാള നീളത്തിൽ അരിഞ്ഞത് ചേർത്ത് വഴറ്റിയെടുക്കാം. സവാള ഒന്ന് വഴണ്ട് വന്ന ശേഷം നമുക്ക് അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് 4 പച്ചമുളക് അരിഞ്ഞതും ചെറുതായി അരിഞ്ഞ 1 കഷ്ണം ഇഞ്ചിയും ചേർത്ത് നന്നായി ഇളക്കി കൊടുക്കാം. ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടി ചേർത്ത് നന്നായി ഇളക്കി മൂടി വെച്ച് നമുക്കൊരു 2 മിനിറ്റ് വേവിക്കാം. സവാളയൊക്കെ നന്നായി വഴണ്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് നേരത്തെ വേവിച്ച് വെച്ച ഉരുളക്കിഴങ്ങ് നന്നായി ഉടച്ച് അതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കുറച്ച് വെള്ളവും ചേർത്ത് ഇളക്കി വെന്ത സവാളയിലേക്ക് ചേർത്ത് ഇളക്കി കൊടുക്കാം. സവാളയും ഉരുളക്കിഴങ്ങും ഒക്കെ നന്നായി ഇളക്കി യോജിപ്പിച്ച ശേഷം അതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ ഗരം മസാലയും ഈ സമയം ഉപ്പ് നോക്കി ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് അല്പം വെള്ളം ആവശ്യമാണെങ്കിൽ അതും ചേർത്ത് യോജിപ്പിച്ചെടുക്കാം. ഇപ്പോൾ നമ്മുടെ മസാല ദോശയ്ക്ക് വേണ്ട മസാല റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് മസാല ദോശ തയ്യാറാക്കാം.
അപ്പോൾ നമ്മുടെ മസാല ദോശ തയ്യാറായിട്ടുണ്ട്. എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. എൻ്റെ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, ഷെയർ ചെയ്യണം. കൂടുതൽ കുക്കിംഗ് വീഡിയോസിനായി എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു സോ മച്ച്.